മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് കാണാൻ കഴിയുന്നത് കേരളത്തിന് തന്നെ ഒരു ആശ്വാസമാണ്. കാരണം അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് ചിരി വരുന്നു, അവർ കൈയടിക്കുന്നു, അവർ ആ ദുഃഖങ്ങളെല്ലാം തൽക്കാലമെങ്കിലും മാറ്റിവെച്ച് അവർക്ക് ചിരിക്കാൻ കഴിയുന്നു, അവർക്ക് അവരിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവിടെ ചെയ്യാൻ കഴിയുന്നു എന്ന ഒരു വലിയ സന്തോഷത്തിൻ്റെ നിമിഷം തീർച്ചയായും കാണുന്നുണ്ട്. ഇനി ഇത്തരം കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. കാരണം ഇത്തരം തിരിച്ചുവരവിൻ്റെയും അതിജീവനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നമുക്ക് മാച്ചുകളയാനോ പെട്ടെന്ന് ഇല്ലായ്മ ചെയ്യാനോ കഴിയുന്ന സംഭവങ്ങളല്ല ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ചിലതെല്ലാം അങ്ങനെയാണ്, നമുക്ക് പിന്നെ മുന്നോട്ട് പോയേ മതിയാകൂ. അതിന് ചില കാര്യങ്ങളെ നമ്മൾ മനസ്സിൻ്റെ ഒരു കോണിലേക്ക് മാറ്റിവെക്കണം. ടീച്ചർമാർ കുട്ടികളുമായി കളിച്ചിരികളിലേക്ക്. മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ അമർജിത്തും ആദിയും ഒക്കെ അവരുടെ മിമിക്രിയൊക്കെ കാഴ്ചവെച്ച്, എനിക്ക് തോന്നുന്നു അപ്പോൾ അവിടുത്തെ ശിശുക്ഷേമ വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥരും അവരും പറഞ്ഞത്, അവർ ഇന്നലെയൊക്കെ ഓരോ റൂമിൽ ചെന്നപ്പോൾ ഇവർ ചെന്നപ്പോൾ കുട്ടികൾ കുറച്ചൊരു സന്തോഷം പ്രകടിപ്പിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ആ കാഴ്ചകളിലേക്ക് തന്നെ. ആ കുഞ്ഞുങ്ങളുടെ ചിരികൾ, അവരുടെ സന്തോഷം, ഇതൊക്കെ ഇന്ന് ഒരുപക്ഷെ ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് വലിയ ആശ്വാസം പകരുന്ന കാഴ്ചയാണ്. കാരണം കഴിഞ്ഞ ഇത്ര ദിവസവും നമ്മൾ എന്തൊക്കെ വേദനകളാണ്, എത്രമാത്രം വേദനിച്ച കഥകളാണ്, ജീവിതങ്ങളാണ് കണ്ടതെങ്കിൽ അതിൽ നിന്ന് മടങ്ങി വരാൻ ആ പുതുതലമുറ വെമ്പുകയാണ്, അവർക്കതിനുള്ള വഴിയൊരുക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ അല്ല, ഇനി അതിജീവന ക്യാമ്പുകൾ എന്ന് തന്നെ പറയാവുന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ, അല്പം സന്തോഷവും പകരുന്ന കാഴ്ച. കാരണം മറക്കേണ്ട കുറേ ദുഃഖങ്ങൾ മാറ്റിവെക്കുക തന്നെ വേണം, മുന്നോട്ട് പോകണം. അതിനുള്ള കരുത്താണ് ഈ കുഞ്ഞുങ്ങളുടെ കളിച്ചിരികൾക്ക് മുന്നിൽ. അത് മുതിർന്നവർക്കും അതൊരു കൂട്ടായി മാറട്ടെ.